ദുബായിലെ തിരക്കേറിയ ജീവിതങ്ങൾക്കിടയിൽ നിന്നും പലപ്പോഴും നമ്മെ തേടിയെത്തുന്നത് അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും കഥകളാണ്. എന്നാൽ ചിലപ്പോഴെങ്കിലും ഈ സ്വപ്ന നഗരിയിൽ നിന്നും അങ്ങേയറ്റം ഹൃദയഭേദകമായ വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ദുബായിലെ ഷെയ്ഖ് സയ്യിദ് റോഡിന് സമീപമുള്ള ഒരു കാർ ഷോറൂമിൽ നടന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിയും അതിൽ നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ജീവനും അത്തരത്തിലൊരു വലിയ നോവായി മാറുകയാണ്. കൊല്ലം കൊട്ടാരക്കര സ്വദേശിയായ 27-കാരൻ ടിജിൻ പോൾ ആണ് ഈ അപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന 5 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. കാർ ഷോറൂമിലെ മൾട്ടിമീഡിയ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഷിജിൻ. കഴിഞ്ഞ നവംബറിലാണ് അദ്ദേഹം ഈ കമ്പനിയിൽ ചേർന്നത്. ഷോറൂമിന്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണ ചുമതലകളും വീഡിയോ നിർമ്മാണവും ഒക്കെ വളരെ മികവോടെ ചെയ്തു വന്നിരുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ഫോട്ടോഗ്രാഫർ ആബിദ് എന്ന സഹപ്രവർത്തകൻ അപകടത്തിന്റെ നടുക്കുന്ന നിമിഷങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. കാർ ഷോറൂമിനോട് ചേർന്നുള്ള ഓട്ടോ സർവീസ് സെന്ററുകളുടെ ഭാഗത്തു നിന്ന് തീ പടരുന്നത് കണ്ട് അത് കെടുത്താനായി ഓടി ചെല്ലുകയായിരുന്നു ഷിജിനും കൂട്ടുകാരും. അഗ്നിശമന ഉപകരണങ്ങൾ ഉപയോഗിച്ച് തീ കെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് തീർത്തും അപ്രതീക്ഷിതമായി അവിടെയുണ്ടായിരുന്ന സിലിണ്ടർ വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത്. ആബിദ് നിൽക്കുന്നതിന്റെ വെറും 3 മീറ്റർ മാത്രം മുന്നിലായിരുന്നു ഷിജിൻ നിന്നിരുന്നത്. പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ അവിടെയുണ്ടായിരുന്ന എല്ലാവരും ചിതറിയോടി. പുകയടങ്ങിയ ശേഷം മാത്രമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന് ജീവൻ നഷ്ടപ്പെട്ട വിവരം ബാക്കിയുള്ളവർ അറിയുന്നത്. മറ്റുള്ളവരെ സഹായിക്കാനും വലിയൊരു തീപിടുത്തം ഒഴിവാക്കാനുമുള്ള ആ ചെറുപ്പക്കാരന്റെ ധീരമായ ശ്രമമായിരിക്കാം ഒടുവിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചത്. വെറുമൊരു അപകട മരണത്തിനപ്പുറം ഈ സംഭവത്തെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ഷിജിന്റെ വ്യക്തിജീവിതത്തിലെ ചില അറിവുകളാണ്. 8 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനും പ്രണയത്തിനുമൊടുവിൽ 2025 മാത്രമാണ് ഷിജിൻ വിവാഹിതനായത്. തനിക്ക് ലഭിക്കുന്ന ആദ്യത്തെ അവധിക്ക് നാട്ടിൽ പോയി മടങ്ങുമ്പോൾ പ്രിയതമയെയും കൂടെ കൂട്ടണമെന്ന വലിയ ആഗ്രഹത്തിലായിരുന്നു അദ്ദേഹം. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായാണ് കൂട്ടുകാരോടൊപ്പമുള്ള താമസം മാറി അദ്ദേഹം അടുത്തിടെ പുതിയൊരു സ്ഥലത്തേക്ക് മാറിയത് തന്നെ. ഷിജിന്റെ മുൻ റൂംമേറ്റായ നിസാർ ഓർമ്മിക്കുന്നത് അതികഠിനമായ ഈ വേനൽക്കാലത്ത് 2 ബസ്സുകൾ മാറിക്കയറിയുള്ള ആ യാത്രകളിലെല്ലാം ഷിജിനെ നയിച്ചിരുന്നത് സ്വന്തം കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളായിരുന്നു എന്നാണ്. ഇതിനെല്ലാം പുറമെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ വളരെ സ്നേഹത്തോടെ വളർത്തിയിരുന്ന പ്രിയപ്പെട്ട നായ ചത്തുപോയത്. ആ സങ്കടത്തിൽ നിന്നും ഭാര്യയെ ആശ്വസിപ്പിക്കാൻ ഷിജിൻ ഏറെ പാടുപെട്ടിരുന്നു. ആ ദുരന്തം മാറുന്നതിന് മുൻപാണ് വിധി ഈ രൂപത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഇത് താങ്ങാനുള്ള കരുത്ത് ആ കുടുംബത്തിന് എങ്ങനെ ലഭിക്കുമെന്നത് അദ്ദേഹത്തെ അറിയാവുന്ന ഏവർക്കും വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഷിജിന്റെ വിയോഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമ്മുടെ വീടുകളിലും ജോലിസ്ഥലങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന LPG ഗ്യാസ് സിലിണ്ടറുകൾ എത്രത്തോളം സുരക്ഷിതമായാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അധികൃതർ വീണ്ടും ചില കർശനമായ നിർദ്ദേശങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ചെറിയ മുൻകരുതലുകൾ മതിയാകുമെന്നതാണ് യാഥാർത്ഥ്യം. LPG അഥവാ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വളരെ വേഗത്തിൽ തീപിടിക്കുന്നതും വായുവിനേക്കാൾ ഭാരമുള്ളതുമായ വാതകമാണ്. അതുകൊണ്ട് തന്നെ ലീക്ക് ഉണ്ടായാൽ അത് തറനിരപ്പിൽ തങ്ങി നിൽക്കുകയും ഒരു ചെറിയ തീപ്പൊരി കൊണ്ടുപോലും വലിയ സ്ഫോടനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. അധികൃതർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഗുണനിലവാരമുള്ള ഉപകരണങ്ങളുടെ ഉപയോഗമാണ്. ഗ്യാസ് സിലിണ്ടറിനും സ്റ്റൗവിനും അനുയോജ്യമായ അംഗീകൃത പ്രഷർ റെഗുലേറ്ററുകൾ മാത്രമേ എക്കാലത്തും ഉപയോഗിക്കാവൂ. വിലക്കുറവ് നോക്കി ഗുണനിലവാരമില്ലാത്ത ട്യൂബുകളോ റെഗുലേറ്ററുകളോ വാങ്ങുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിതെളിക്കും. കൂടാതെ സിലിണ്ടർ സ്ഥാപിക്കുന്ന സ്ഥലം വായു സഞ്ചാരമുള്ളതും സുരക്ഷിതവുമായ ഒരിടമായിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. അടഞ്ഞതും വായു കടക്കാത്തതുമായ ക്യാബിനറ്റുകളിൽ സിലിണ്ടർ വെക്കുന്നത് ഗ്യാസ് ലീക്ക് ഉണ്ടായാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്ക് കാരണമാകും. പാചകം കഴിഞ്ഞാൽ എപ്പോഴും സിലിണ്ടറിന്റെ വാൽവ് കർശനമായി അടയ്ക്കാൻ ശീലിക്കേണ്ടതുണ്ട്. ഗ്യാസ് കണക്ഷനുകളും സ്റ്റൗവും ട്യൂബുകളും കാലാകാലങ്ങളിൽ പരിശോധിക്കുകയും തകരാർ കണ്ടാൽ ഉടൻ തന്നെ മാറ്റുകയും വേണം. ആധുനിക വീടുകളിൽ തറയിൽ നിന്ന് കുറഞ്ഞത് 30 സെന്റിമീറ്റർ ഉയരത്തിൽ ഗ്യാസ് ലീക്ക് ഡിറ്റക്ടറുകൾ സ്ഥാപിക്കുന്നത് വളരെ നല്ലൊരു പ്രതിരോധ മാർഗമാണ്. ഇത് ലീക്ക് ഉണ്ടായാൽ തുടക്കത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകാൻ സഹായിക്കും. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഗ്യാസ് ലീക്ക് ഉണ്ടായെന്ന് സംശയം തോന്നിയാൽ ഒരിക്കലും പരിഭ്രാന്തരാകാൻ പാടില്ല. ഗ്യാസിന്റെ പ്രത്യേക ഗന്ധം അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ കാര്യം സിലിണ്ടറിന്റെ വാൽവ് പൂർണ്ണമായും അടയ്ക്കുക എന്നതാണ്. അതിനുശേഷം വീടിന്റെയോ മുറിയുടെയോ വാതിലുകളും ജനലുകളും പൂർണ്ണമായും തുറന്നിട്ട് വായു സഞ്ചാരം ഉറപ്പാക്കുക. ഈ സമയത്ത് പലരും ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് ഫാൻ ഓൺ ചെയ്യുക എന്നത്.
ഇതൊരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. കാരണം ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ ഓൺ ചെയ്യുമ്പോഴോ ഓഫ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന ചെറിയൊരു സ്പാർക്ക് അഥവാ തീപ്പൊരി മതിയാകും മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗ്യാസിന് തീപിടിക്കാൻ. അതിനാൽ ലീക്ക് ഉണ്ടായ സമയത്ത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളോ സ്വിച്ചുകളോ തൊടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ പരിസരത്ത് തീപ്പെട്ടി ഉരയ്ക്കാനോ ലൈറ്റർ പ്രവർത്തിപ്പിക്കാനോ പാടില്ല. നിങ്ങൾക്ക് സ്ഥിതിഗതികൾ സ്വന്തമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലായാൽ ഒരു നിമിഷം പോലും വൈകാതെ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറി അടിയന്തര സഹായത്തിനായി 999 എന്ന നമ്പറിൽ അധികൃതരെ ബന്ധപ്പെടേണ്ടതാണ്. ജാഗ്രതയാണ് എപ്പോഴും വലിയ സുരക്ഷാ കവചം. ചെറിയൊരു അശ്രദ്ധ മതി ഒരായുസ്സിന്റെ സമ്പാദ്യവും ജീവനും ഇല്ലാതാക്കാനെന്ന് നാം എപ്പോഴും ഓർക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.